ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു സ്മാർട്ട് ടോപ്പർ ക്ലാസ്സസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിറ്റ് 3 ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി. അതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ബ്ലോക്സ് ഇൻ ദി പീരിയോഡിക് ടേബിൾ. പീരിയോഡിക് ടേബിളിലെ ബ്ലോക്സ്. അപ്പൊ നമ്മൾ ബ്ലോക്സിലേക്ക് പോകുന്നതിന് മുമ്പ് എന്താണ് പീരിയോഡിക് ടേബിൾ എന്ന് അറിയണം അല്ലേ? അപ്പൊ പീരിയോഡിക് ടേബിൾ എന്ന് വെച്ചാൽ എന്താണ്? കുറെ എലമെന്റ്സിനെ അതിന്റെ അറ്റോമിക് നമ്പർ കൂടി വരുന്ന രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന സീരീസിനെയാണ് നമ്മൾ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇപ്പൊ ഫോളോ ചെയ്യുന്ന പീരിയോഡിക് ടേബിള് ഹെൻറി മോസ്ലിയുടെ പീരിയോഡിക് ടേബിൾ ആണ്. അതിനെ നമ്മൾ ലോങ് ഫോം ഓഫ് പീരിയോഡിക് ടേബിൾ എന്നും പറയാറുണ്ട്. അപ്പം ഇതാണ് പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതില് നിങ്ങൾ നോക്കുന്ന സമയത്ത് ഈ ഒരു പീരിയോഡിക് ടേബിളില് കുറെ വെർട്ടിക്കൽ കോളംസും ഉണ്ട്, അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ റോസും ഉണ്ട് അല്ലെ? അതില് വെർട്ടിക്കൽ കോളത്തിനെ നമ്മൾ പറയുന്ന പേര് ഗ്രൂപ്പ്സ് എന്ന് പറയും. അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ റോസിനെ നമ്മൾ പറയുന്ന പേരാണ് പീരീഡ്സ്. മനസ്സിലായോ? അപ്പം പീരിയോഡിക് ടേബിളിനകത്ത് ഗ്രൂപ്പ്സും ഉണ്ട്, പീരീഡ്സും ഉണ്ട്. ഇനി എത്ര ഗ്രൂപ്പുകളുണ്ട് പീരിയോഡിക് ടേബിളില്? നമ്മൾ ഒരു പീരിയോഡിക് ടേബിൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഇതിനകത്ത് നോക്കിയാൽ അറിയാം, വെർട്ടിക്കൽ കോളത്തിനെയാണ് നമ്മൾ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. അപ്പൊ നോക്കിയേ, ഇത് ഫസ്റ്റ് ഗ്രൂപ്പ്, സെക്കൻഡ് ഗ്രൂപ്പ്, ഇത് തേർഡ്, പിന്നെ ഫോർത്ത് ഉണ്ട്. അങ്ങനെ എത്ര എണ്ണം ഉണ്ട്? ടോട്ടല് 18 ഗ്രൂപ്പുകളാണ് പീരിയോഡിക് ടേബിളിൽ ഉള്ളത്. ടോട്ടൽ എത്ര ഗ്രൂപ്പ്സ് ഉണ്ട്? 18 ഗ്രൂപ്പ്സ് പീരിയോഡിക് ടേബിളിലുണ്ട്. അതുപോലെ ഹൊറിസോണ്ടൽ റോസിനെ നമ്മൾ പറഞ്ഞ പേരാണ് പീരീഡ്സ്. അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ ഫസ്റ്റ് പീരീഡ്, ഇത് സെക്കൻഡ് പീരീഡ്, ഇത് തേർഡ് പീരീഡ്, ഇത് ഫോർത്ത് പീരീഡ്, ഇത് ഫിഫ്ത്ത്, സിക്സ്ത്, സെവന്ത് പീരീഡ്. അപ്പൊ ടോട്ടൽ എത്ര പീരീഡ്സ് ഉണ്ട്? ഗ്രൂപ്പ് എടുക്കും നമ്മളൊരു പീരിയോഡിക് ടേബിൾ എടുക്കുമ്പോൾ ടോട്ടൽ 7 പീരീഡ്സും ഉണ്ട്. ഇത്രയും മനസ്സിലായോ? അപ്പൊ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത് എലമെന്റ്സിന് അതിന്റെ അറ്റോമിക് നമ്പർ കൂടി വരുന്ന രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന സീരീസിനെയാണ് നമ്മൾ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. ടോട്ടൽ 18 ഗ്രൂപ്പുകളും 7 പീരീഡ്സും ആണ് നമുക്ക് പീരിയോഡിക് ടേബിളിൽ കാണാൻ പറ്റുന്നത്. ഇനി നമ്മൾ ഓരോ ഗ്രൂപ്പിന്റെയും പേരറിഞ്ഞിരിക്കണം. അതില് ഫസ്റ്റ് ഗ്രൂപ്പിനെ നമ്മൾ പറയുന്ന പേരാണ് ആൽക്കലി മെറ്റൽസ്. അതായത് ആ ഫസ്റ്റ് ഗ്രൂപ്പിന്റെ ഗ്രൂപ്പ് 1ന്റെ പേരാണ് ആൽക്കലി മെറ്റൽസ്. ഇനി സെക്കൻഡ് ഗ്രൂപ്പിന്റെ പേരാണ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. മനസ്സിലായോ? സെക്കൻഡ് ഗ്രൂപ്പ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. ഇനി നോക്കിയേ, ഇനി ഗ്രൂപ്പ് 3 തൊട്ട് ഗ്രൂപ്പ് 12 വരെയുള്ള എലമെന്റ്സിനെ നമ്മൾ ഒരൊറ്റ ഗ്രൂപ്പായിട്ട് അതിനെ ഉൾപ്പെടുത്തും. അതിന്റെ പേരാണ് ട്രാൻസിഷൻ എലമെന്റ്സ്. ഇപ്പൊ ഗ്രൂപ്പ് 3 തൊട്ട് 12 വരെയുള്ള എലമെന്റ്സിനെ നമ്മൾ പറയുന്ന പേരാണ്, അല്ലെങ്കിൽ അത്രയുള്ള ഗ്രൂപ്പിനെ പറയുന്ന പേരാണ് ട്രാൻസിഷൻ എലമെന്റ്സ്. ഇനി അടുത്തതാണ് ഗ്രൂപ്പ് 13. ഗ്രൂപ്പ് 13ന്റെ പേരാണ് ബോറോൺ ഗ്രൂപ്പ്. അടുത്ത ഗ്രൂപ്പ് 14. ഗ്രൂപ്പ് 14ന്റെ പേരാണ് കാർബൺ ഗ്രൂപ്പ്. നെക്സ്റ്റ് വരുന്ന ഏതാണ്? ഗ്രൂപ്പ് 15. ഗ്രൂപ്പ് 15ന്റെ പേരാണ് നൈട്രജൻ ഗ്രൂപ്പ്. അടുത്തത് ഗ്രൂപ്പ് 16നെ നമ്മൾ ചാൽക്കോജൻസ് എന്നും പറയും, അല്ലെങ്കിൽ നമുക്ക് പേര് പറയുന്നത് എന്താണ്? ഓക്സിജൻ ഗ്രൂപ്പ് എന്നും അതിനെ പറയാൻ പറ്റും. ഇനി അടുത്ത ഗ്രൂപ്പ് 17ന്റെ പേരാണ് ഹാലജൻസ്. ഇനി ഗ്രൂപ്പ് 18ന്റെ പേരാണ് നോബിൾ ഗ്യാസസ്. ഇപ്പൊ ഇവിടെ 13 തൊട്ട് 18 വരെ നോക്കുന്ന സമയത്ത് 13ാമത്തെ ഗ്രൂപ്പിലെ ഫസ്റ്റ് എലമെന്റ് ആണ് ബോറോൺ. അപ്പൊ ഫസ്റ്റ് എലമെന്റ് വെച്ചിട്ടാണ് നമ്മൾ അവിടെ പേര് കൊടുക്കുന്നത്. അപ്പൊ ഫസ്റ്റ് എലമെന്റ് ബോറോൺ ആയതുകൊണ്ട് ബോറോൺ ഗ്രൂപ്പ്. ഗ്രൂപ്പ് 14ല് കാർബൺ ആണ് ഫസ്റ്റ് എലമെന്റ്, അപ്പൊ അതുകൊണ്ട് കാർബൺ ഗ്രൂപ്പ്. ഗ്രൂപ്പ് 15 എടുക്കുമ്പോൾ നൈട്രജൻ ആണ് ഫസ്റ്റ് എലമെന്റ്, അതുകൊണ്ട് നൈട്രജൻ ഗ്രൂപ്പ്. ഇനി ഗ്രൂപ്പ് 16 എടുക്കുമ്പോൾ ഓക്സിജൻ വരുന്നതുകൊണ്ട് ഓക്സിജൻ ഗ്രൂപ്പ്. ഇനി ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസ്റ്റാറ്റിൻ, ടെന്നിസൺ, ഇതെല്ലാം പറയുന്നത് ഹാലജൻസ് ആണ്. നെക്സ്റ്റ് ഗ്രൂപ്പ് 18 പറയുന്ന പേരാണ് നോബിൾ ഗ്യാസസ്, അല്ലെങ്കിൽ ഇനേർട്ട് എലമെന്റ്സ് എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പൊ ഇത്രയാണ് നമ്മുടെ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. ഇനി പീരിയോഡിക് ടേബിളിലെ കുറച്ച് എലമെന്റ്സിനെ നമ്മൾ ഏറ്റവും താഴെയായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആ എലമെന്റ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറയും. അപ്പൊ ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സിൽ വരുന്നത് ആരൊക്കെയാണ്? ലാന്തനൈഡ്സും വരും, ആക്ടിനൈഡ്സും വരും. അതായത് ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സിൽ കാണപ്പെടുന്ന എലമെന്റുകളാണ് ലാന്തനൈഡ്സും ആക്ടിനൈഡ്സും. അപ്പൊ അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി പറയാം. നമ്മളിപ്പം ബ്ലോക്സിനെ പറ്റിയാണ് പറയുന്നത്. ഇപ്പൊ ബ്ലോക്സ് എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചാൽ, പീരിയോഡിക് ടേബിൾ എടുക്കുമ്പോൾ പീരിയോഡിക് ടേബിളിനകത്ത് 4 ബ്ലോക്കുകളുണ്ട്. എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്,
ഡി ബ്ലോക്ക് ആൻഡ് എഫ് ബ്ലോക്ക്. നിങ്ങൾ നോക്കിയേ, ഗ്രൂപ്പ് 1ഉം 2വിനെയും ചേർത്തിട്ടാണ് നമ്മൾ എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത്. ആൽക്കലി മെറ്റൽസും ആൽക്കലൈൻ എർത്ത് മെറ്റൽസിനെയാണ് നമ്മൾ എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഇതിന് എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക്, എഫ് ബ്ലോക്ക് എന്ന പേര് വരാൻ കാരണം? അതായത് നമ്മൾ ആ ഒരു എലമെന്റിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പം അതിന്റെ ലാസ്റ്റ് ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലിലാണ് വരുന്നത്? അതായത് എസ്, പി, ഡി, എഫ് എന്നൊക്കെ പറയുന്നത് സബ്ഷെല്ലുകളാണ് അല്ലെ. ഇപ്പൊ ഒരു എലമെന്റ് എടുക്കുമ്പം അതിന്റെ ലാസ്റ്റ് ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലിൽ വരുന്നോ അതിനനുസരിച്ചാണ് നമ്മൾ അതിനെ ഏത് ബ്ലോക്കിലാണ് ഉൾപ്പെടുത്തേണ്ടതെന്ന് തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പൊ എസ് സബ്ഷെല്ലിലാണ് വരുന്നതെങ്കിൽ അതിനെ എസ് ബ്ലോക്ക് എന്ന് പറയും. പിയിലാണ് വരുന്നതെങ്കിൽ പി ബ്ലോക്ക്. ഇനി ഡി സബ്ഷെല്ലിലാണ് വരുന്നതെങ്കിൽ ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയും. ഇപ്പൊ ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ 1 ആണ്. നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ എങ്ങനെ എഴുതുന്നത്? 1s1. അതായത് ആ ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലിലാണ് വന്നത്? എസ് സബ്ഷെല്ലിലല്ലേ വന്നത്. അതുകൊണ്ട് അത് എസ് ബ്ലോക്ക് എലമെന്റ്സ്. ഓക്കെ, അങ്ങനെ ഏത് ഒരു എലമെന്റിന്റെയും ലാസ്റ്റ് ഇലക്ട്രോൺ ഏതിലാണോ വരുന്നത് അതനുസരിച്ചായിരിക്കും നമ്മൾ അതിന്റെ ബ്ലോക്കിനെ, അതിലായിരിക്കും നമ്മൾ അതിന്റെ ബ്ലോക്കിൽ ഉൾപ്പെടുത്തുന്നത്. ഇനി നമ്മൾ 1ഉം 2ഉം എസ് ബ്ലോക്ക് എലമെന്റ്സ് ആണെന്ന് പറഞ്ഞു. ഇനി നെക്സ്റ്റ് വരുന്നത് പി ബ്ലോക്ക് എലമെന്റ്സ്. പി ബ്ലോക്കിൽ വരുന്നത് ഇവിടെ നമ്മുടെ ബോറോൺ തൊട്ട് ഇനേർട്ട് എലമെന്റ്സ്, നോബിൾ ഗ്യാസസ് വരെ, അതായത് ഗ്രൂപ്പ് 13 തൊട്ട് 18 വരെയുള്ള എലമെന്റ്സിനെയാണ് നമ്മൾ പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത്. ഇനി ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുമ്പോൾ 3 തൊട്ട് 12 വരെയുള്ള എലമെന്റ്സ്. അപ്പൊ നിങ്ങൾക്ക് കളർ വെച്ചിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഈ ഒരു ചാർട്ടിൽ നിന്ന്. അപ്പം 3 തൊട്ട് 12 വരെയുള്ള ഗ്രൂപ്പിലുള്ള എലമെന്റ്സിനെയാണ് നമ്മൾ ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത്. ഈ എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്താണ്? എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുമ്പോൾ ഈ താഴെയായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു ലാന്തനൈറ്റ്സും ആക്ടിനൈറ്റ്സും, അതായത് ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് ഉണ്ട് അല്ലെ. അപ്പൊ ആ ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സിനെയാണ് നമ്മൾ എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സിന് ലാന്തനൈറ്റ്സും ഉണ്ട് ആക്ടിനൈറ്റ്സും ഉണ്ട്. ആ പേര് വരാൻ കാരണം എന്താണ്? അതായത് ലന്താനത്തിന് ശേഷം വരുന്ന എലമെന്റ്സിനെ നമ്മൾ ലാന്തനൈറ്റ്സ് എന്നും, ഇവിടെ എ സി എന്ന് പറയുന്നത് ആക്ടിനൈറ്റ്സ് ആണ്. അതായത് ആക്ടീനിയത്തിന് ശേഷം വരുന്ന എലമെന്റ്സിനെ ആക്ടിനൈറ്റ്സ് എന്നും പറയും. അപ്പൊ ആ രണ്ട് സീരീസ് ചേർത്തിട്ടാണ് ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് അല്ലെങ്കിൽ എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി നമുക്ക് ഓരോ ബ്ലോക്കും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. നമ്മൾ എക്സാം ഓറിയന്റഡ് ആയിട്ടായിരിക്കും ഇതിൽ നോക്കുന്നത്. ഇപ്പൊ ഫസ്റ്റ് ആണ് എസ് ബ്ലോക്ക് എലമെന്റ്സ്. എസ് ബ്ലോക്ക് എലമെന്റ്സിന്റെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് ഇലക്ട്രോൺ എൻഡേഴ്സ് ഇൻ എസ് സബ്ഷെൽ. അതായത് നമ്മൾ എടുക്കുന്ന എലമെന്റിന്റെ ലാസ്റ്റ് ഇലക്ട്രോൺ എസ് സബ്ഷെല്ലിലാണ് വരുന്നതെങ്കിൽ അതിനെ നമ്മൾ എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയും. ഏതൊക്കെ ഗ്രൂപ്പുകളാണ്? ഞാൻ നേരത്തെ പറഞ്ഞു ഗ്രൂപ്പ് 1 ആൻഡ് 2, അതായത് ആൽക്കലി മെറ്റൽസും, ഗ്രൂപ്പ് 1നെ നമ്മൾ പറയുന്ന പേര് ആൽക്കലി മെറ്റൽസ് എന്നും ഗ്രൂപ്പ് 2വിനെ നമ്മൾ പറയുന്ന പേര് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്നുമാണ്. അപ്പൊ ഗ്രൂപ്പ് 1 ആൻഡ് 2 ചേരുന്നതായിരിക്കും എസ് ബ്ലോക്ക് എലമെന്റ്സ്. ഇനി ഇതില് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട ഒരു പോയിന്റ് ആണ് ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പൊ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയായിരിക്കും വരുന്നത്? NS1 എന്നും വരാം, അല്ലെങ്കിൽ NS2 എന്ന് പറയാം. NS1 എന്ന് പറഞ്ഞാൽ അവിടെ എസ് പകുതി മാത്രം ഫില്ലായി. NS2 എന്ന് പറയുമ്പോൾ ഫുള്ളി ഫിൽഡ് ആണ്. അതായത് എസിൽ നമുക്ക് മാക്സിമം 2 ഇലക്ട്രോണിനെ അവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത പോയിന്റ് ആണ് മെറ്റാലിക് ക്യാരക്ടർ ആൻഡ് റിയാക്ടിവിറ്റി ഇൻക്രീസസ് ഡൗൺ ദി ഗ്രൂപ്പ്. അതായത് നമ്മൾ ഗ്രൂപ്പിൽ താഴോട്ട് വരുന്തോറും, ഇതായിരുന്നല്ലോ നമ്മുടെ എസ് ബ്ലോക്ക്, അതായത് ഗ്രൂപ്പ് 1ഉം ഗ്രൂപ്പ് 2ഉം ചേരുന്നതായിരുന്നു എസ് ബ്ലോക്ക് എലമെന്റ്സ്. അപ്പം ഗ്രൂപ്പിൽ താഴോട്ട് വരുന്തോറും അതിന്റെ മെറ്റാലിക് ക്യാരക്ടറും റിയാക്ടിവിറ്റി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അതാണ് അടുത്ത പോയിന്റ്. ഇനി ഇതിനകത്ത് ഈ എസ് ബ്ലോക്ക് എലമെന്റുകളെല്ലാം തന്നെ അയോണിക് കോമ്പൗണ്ട് ഫോം ചെയ്യും, എക്സെപ്റ്റ് ലിഥിയം ആൻഡ് ബെർലിയം. ആ ഒരു പോയിന്റ് ഓർത്തിരുന്നാണ്, എക്സാം ഓറിയന്റഡ് ആയിട്ട് അതൊന്ന് ഓർത്തിരുന്നാണ്. നമ്മുടെ എസ് ബ്ലോക്ക് എലമെന്റ്സിലെ ഗ്രൂപ്പ് 1ഉം ഗ്രൂപ്പ് 2ഉം എല്ലാം തന്നെ അയോണിക് കോമ്പൗണ്ടുകൾ ഫോം ചെയ്യും. പക്ഷെ ലിഥിയവും ബെർലിയവും അവിടെ അയോണിക് കോമ്പൗണ്ടുകൾ ഫോം ചെയ്യത്തില്ല. ഇനി എസ് ബ്ലോക്ക് എലമെന്റ്സിൽ കാണുന്ന ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് എത്രയാണ്? 14 എലമെന്റ്സ് ആണ്. അപ്പൊ എസ് ബ്ലോക്ക് എലമെന്റ്സിൽ ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് 14 ആണ്. ഇത്രയാണ് എസ് ബ്ലോക്ക് എലമെന്റ്സ്. ഇനി നമ്മൾ പറയാൻ പോകുന്നതാണ്
പി ബ്ലോക്ക് എലമെന്റ്സ്. ഇപ്പൊ പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുമ്പം ലാസ്റ്റ് ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലി വരണം? പി സബ്ഷെല്ലി വരണം. ഇനി ഏതൊക്കെയായിരുന്നു? ഗ്രൂപ്പ് 13 തൊട്ട് 18 വരെയുള്ളവർ, അതായത് ബോറോൺ ഫാമിലി തൊട്ട് നമ്മുടെ നോബിൾ ഗ്യാസസ് വരെയുള്ള ആൾക്കാരാണ് എവിടെ വരുന്നത്? പി ബ്ലോക്ക് എലമെന്റ്സ് വരുന്നത്. ഇനി ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓർത്തിരുന്നോണെ. എങ്ങനെയാ വരുന്നത്? NS2 Nb126. മനസ്സിലായോ? NS2 അവിടെ എസ് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കും. അതുപോലെ തന്നെ NP, പി സബ്ഷെല്ലിലല്ലേ ലാസ്റ്റ് ഇലക്ട്രോൺ വരുന്നത്. അപ്പൊ പിയിൽ തന്നെ, പിയില് നമുക്ക് ടോട്ടൽ എത്ര ഇലക്ട്രോൺസിനെ പറ്റും? പി സബ്ഷെല്ലി ടോട്ടൽ 6 ഇലക്ട്രോൺസിനെ പറ്റും. അപ്പൊ ഏത് എലമെന്റ്സ് ആണോ വരുന്നത്, അങ്ങനെ പിയിൽ 1 തൊട്ട് 6 വരെയുള്ള ഇലക്ട്രോൺസിനെ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് കോൺഫിഗറേഷൻ എങ്ങനെ വന്നത്? NS2 Nb126. ഇത് ഓർത്തിരുന്നാണ് കോൺഫിഗറേഷൻ. ഇനി നെക്സ്റ്റ് പോയിന്റ് ആണ് നോൺ മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ഈ ഒരു പോയിന്റ് കണ്ടോ? എസ് ബ്ലോക്ക് എലമെന്റ്സിൽ നമ്മൾ ഗ്രൂപ്പിൽ നിന്ന് താഴോട്ട് വരുംതോറും മെറ്റാലിക് ക്യാരക്ടർ കൂടി വരും. പക്ഷേ പി ബ്ലോക്ക് എലമെന്റ്സിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകും തോറും അതിന്റെ നോൺ മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യും. ഇനി താഴോട്ട് വരുംതോറും എന്തായിരിക്കും? അതായത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പം നോൺ മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യും. ഗ്രൂപ്പില് താഴോട്ട് വരുംതോറും മെറ്റാലിക് ക്യാരക്ടറും ഇൻക്രീസ് ചെയ്യും. ഈ 2 പോയിന്റുകൾ ഓർത്ത് വെച്ചോണം. ഇനി പി ബ്ലോക്ക് എലമെന്റ്സിൽ കാണുന്ന ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് എത്രയാണ്? 30 ആണ്. 30 എലമെന്റ്സ് ആണ് പി ബ്ലോക്ക് എലമെന്റ്സിനകത്തുള്ളത്. ഇനി നമ്മുടെ അടുത്ത ബ്ലോക്ക് ആണ് ഡി ബ്ലോക്ക് എലമെന്റ്സ്. അപ്പൊ ഡി ബ്ലോക്ക് എലമെന്റ്സിൽ ലാസ്റ്റ് വരുന്ന ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലിലായിരിക്കും? ഡി സബ്ഷെല്ലിലായിരിക്കും പോകുന്നത്. ഇനി അവിടെ വരുന്ന ഗ്രൂപ്പുകളാണ് ഗ്രൂപ്പ് 3 തൊട്ട് 12 വരെയുള്ള ഗ്രൂപ്പുകൾ. അതിനെ നമ്മൾ പറഞ്ഞ പേരെന്തായിരുന്നു? ട്രാൻസിഷൻ എലമെന്റ്സ്. അതായത് ഗ്രൂപ്പ് 3 തൊട്ട് 12 വരെയുള്ള ഗ്രൂപ്പുകളിലുള്ള എലമെന്റ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ട്രാൻസിഷൻ എലമെന്റ്സ്. ഇപ്പൊ ട്രാൻസിഷൻ എലമെന്റ്സിനകത്ത് അതിന്റെ ലാസ്റ്റ് ഇലക്ട്രോൺ വന്ന് ഫില്ല് ചെയ്യുന്നത് ഡി സബ്ഷെല്ലിലായിരിക്കും. ഇനി ഇതിനകത്ത് നമ്മൾ ഓർത്ത് വെക്കേണ്ടതാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. എക്സാമിന് നിങ്ങൾക്ക് കുറെ സ്റ്റേറ്റ്മെന്റ് ആയിട്ടായിരിക്കും തരുന്നത്. എന്നിട്ട് ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചിലപ്പം ഇൻകറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ തരും. അപ്പൊ നമ്മൾ എല്ലാത്തിന്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ അവിടെ പഠിച്ചു വെക്കണം. അപ്പൊ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാ വരുന്നത്? N-1 D 1 to 10 NS 0 to 2. മനസ്സിലായോ? എങ്ങനെയാണ് വരുന്നത്? N-1 എന്ന് അവിടെ ഉദ്ദേശിക്കുന്നത് ഡി സബ്ഷെൽ എന്ന് പറയുന്നത് പെനൽറ്റിമേറ്റ് ഷെല്ലാണ്, ആന്റി പെനൽറ്റിമേറ്റ് ഷെല്ലാണ് കേട്ടോ. അപ്പം അതിനകത്ത് N-1 D 1 to 10. അപ്പം ഡിയിൽ എത്ര എണ്ണം അവിടെ വരും? 1 തൊട്ട് 10 വരെയുള്ള ഇലക്ട്രോൺസ്. അതായത് ഡിയിൽ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 10 ഇലക്ട്രോൺസ് ആണല്ലേ. ഇപ്പൊ ഡിയിൽ 10 ഇലക്ട്രോൺസ് വരുമ്പം അവിടെ നമുക്ക് 1 തൊട്ട് 10 വരെയുള്ള ഇലക്ട്രോൺസ് ആ ഷെല്ലിനകത്ത് ഫില്ല് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് N-1 D 1 to 10 എന്ന് നമ്മൾ അതിനകത്ത് എഴുതിയേക്കുന്നത്. ഇനി NS വരും. അതായത് NS എന്ന് പറഞ്ഞ ഓർബിറ്റില്, അതായത് അവിടെ എസ് സബ്ഷെല്ലും വരും. ഇപ്പൊ എസിനകത്തും നമുക്ക് 0 തൊട്ട് 2 വരെ, എസിനകത്ത് മാക്സിമം 2 ഇലക്ട്രോൺസേ പറ്റത്തുള്ളൂ. ഇനി അവിടെ വരുന്ന ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് 40. ടോട്ടൽ എത്ര ഇലക്ട്രോൺസ്, എത്ര എലമെന്റ്സ് വരും? 40 എലമെന്റ്സ് ആണ് ഡി ബ്ലോക്ക് എലമെന്റ്സ് വരുന്നത്. ഇനി നമ്മുടെ ലാസ്റ്റ് ബ്ലോക്ക് എലമെന്റ്സ് ആണ് എഫ് ബ്ലോക്ക് എലമെന്റ്സ്. ഇപ്പൊ എഫ് ബ്ലോക്ക് എലമെന്റ്സിൽ ലാസ്റ്റ് ഇലക്ട്രോൺ എവിടെ ആയിരിക്കും വരുന്നത്? എഫ് സബ്ഷെല്ലിലായിരിക്കും വരുന്നത്. ഇനി ഈ എലമെന്റ്സിനെ, അല്ലെങ്കിൽ ഈ ബ്ലോക്ക് എലമെന്റ്സിനെ നമ്മൾ പറഞ്ഞ പേരെന്താണ്? ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ്. മനസ്സിലായോ? ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് എന്നാണ് നമ്മൾ എഫ് ബ്ലോക്ക് എലമെന്റ്സിനെ പറയുന്നത്. ഇനി ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിച്ചോണം. N-2. ഇവിടെ N-2 വരാൻ കാരണം ഇവിടെ N-1 ഡിക്ക് നമ്മൾ എഴുതുന്നത് എപ്പോഴും N-1 എന്നായിരിക്കും. അതിനും അകത്തായിട്ട് കാണുന്ന ഷെല്ലാണ് എഫ് സബ്ഷെൽ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് N-2. അപ്പൊ N-2 F 1 to 14, അതായത് എഫ് സബ്ഷെല്ലിനകത്ത് ടോട്ടൽ 14 ഇലക്ട്രോൺസിനെ പറ്റും. അതുകൊണ്ടാണ് N-2 F 1 to 14. അത് കഴിഞ്ഞിട്ട് വരുന്ന ഷെല്ലാണ്, സബ്ഷെല്ലാണ് N-1 D 0 to 1. പിന്നെന്താണ്? NS2. അപ്പൊ ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ മറക്കരുത്. N-2 ഇങ്ങോട്ട് എഴുതാം. N-2 F
1 to 14, n-1, d 0 to 1, ns2. ഇതാണ് എഫ് ബ്ലോക്ക് എലമെന്റുകളുടെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. പീരിയോഡിക് ടേബിളിൽ കണ്ടായിരുന്നു ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സിനെ തന്നെ നമ്മൾ ലാന്തനൈഡ്സ് എന്നും ആക്ടിനൈഡ്സ് എന്നും തിരിച്ചിട്ടുണ്ട് അല്ലെ. അതില് ലാന്തനൈഡ്സ് വരുന്നത് 6th പീരീഡിലും ആക്ടിനൈഡ്സ് വരുന്നത് 7th പീരീഡിലുമാണ്. ഓർത്ത് വെച്ചോണെ, ലാന്തനൈഡ്സും ഉണ്ട് ആക്ടിനൈഡ്സും ഉണ്ട്. ലാന്തനൈഡ്സ് വരുന്നത് 6th പീരീഡും ആക്ടിനൈഡ്സ് വരുന്നത് 7th പീരീഡിലുമാണ്. ഇതിൽ തന്നെ ലാന്തനോയിഡ്സ്, അതായത് ലന്താനത്തിന് ശേഷം വരുന്നവയാണ് നമ്മൾ ലാന്തനൈഡ്സ് അല്ലെങ്കിൽ ലന്തനോയിഡ്സ് എന്ന് പറയുന്നത്. അതിൽ വരുന്ന എലമെന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കിക്കോണം. സീറിയം തൊട്ട് ലുട്ടീഷ്യം വരെയാണ് ലാന്തനോയിഡ്സിൽ കാണുന്ന എലമെന്റ്സ്. മനസ്സിലായോ? സീറിയം ടു ലുട്ടീഷ്യം. അപ്പം സീറിയത്തിന്റെ അറ്റോമിക് നമ്പർ ഇസഡ് എന്ന് വെച്ചാൽ നമ്മൾ അറ്റോമിക് നമ്പറിനെയാണ് ഇസഡ് വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത്. എത്രയാണ് അറ്റോമിക് നമ്പർ? 58. അപ്പൊ സീറിയത്തിന്റെ അറ്റോമിക് നമ്പർ 58 ആണ്. 58 തൊട്ട് ലുട്ടീഷ്യം അറ്റോമിക് നമ്പർ എത്രയാണ് വരുന്നത്? 71. അതായത് അറ്റോമിക് നമ്പർ 58 ടു 71 വരെയുള്ള എലമെന്റ്സ് ആണ് ലാന്തനോയിഡ്സിൽ കാണുന്നത്. ഓർത്ത് വെച്ചോണെ, സീറിയം ടു ലുട്ടീഷ്യം. ഇനി അടുത്തതാണ് ആക്ടിനോയിഡ്സ്. ആക്ടിനോയിഡ്സിൽ വരുന്ന എലമെന്റ്സ് എന്ന് പറയുന്നത് തോറിയം ടു ലൊറേൻഷ്യം. അതായത് തോറിയത്തിന്റെ അറ്റോമിക് നമ്പർ 90 ആണ്. ലൊറേൻഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ 103 ആണ്, 103. അതായത് 90 തൊട്ട് 103 വരെയുള്ള എലമെന്റ്സിനെയാണ്, അറ്റോമിക് നമ്പർ അത്രയും വരുന്ന എലമെന്റ്സ് ആണ് ആക്ടിനോയിഡ്സിൽ വരുന്നത്. അപ്പൊ ഇതിന്റെ, അതായത് ലാന്തനോയിഡ്സ് ആയാലും ആക്ടിനോയിഡ്സ് ആയാലും അതിന്റെ സ്റ്റാർട്ടിംഗ് എലമെന്റ് അറിയണം, എൻഡിങ് എലമെന്റ് അറിയണം. ലാന്തനോയിഡ്സ് എടുക്കുമ്പോൾ സീറിയം സ്റ്റാർട്ടിംഗ് എലമെന്റ് ആണ്, അറ്റോമിക് നമ്പർ 58 വരും. എൻഡിങ് എലമെന്റ് ഏതാണ്? ലുട്ടീഷ്യം ആണ്, അതിന്റെ അറ്റോമിക് നമ്പർ 71 ആണ്. ഇനി ആക്ടിനോയിഡ്സ് എടുക്കുമ്പോൾ തോറിയത്തിന്റെ അറ്റോമിക് നമ്പർ 90 ആണ്. ലൊറേൻഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ 103 ആണ്, 103. ഇനി നമുക്ക് എഫ് ബ്ലോക്ക് എലമെന്റ്സിൽ കാണുന്ന ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് എത്രയാണ്? 28 ആണ്. അപ്പൊ ഇത്രയും നമ്മള് 4 ബ്ലോക്ക് എലമെന്റ്സിനെ പറ്റി പറഞ്ഞു. അപ്പോൾ ഓരോ ബ്ലോക്കിലും ഉള്ള എലമെന്റ്സിന്റെ ഏതൊക്കെ ഗ്രൂപ്പുകളാണ് വരുന്നത്, അതുപോലെ അതിന്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അത് നമ്മൾ എഴുതാൻ പഠിച്ചിരിക്കണം. പിന്നെ അതിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് അറിഞ്ഞിരിക്കണം. പിന്നെ അതിനകത്ത് അതിന്റെ റിയാക്ടിവിറ്റിയെ പറ്റിയൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം. ഇനി നമുക്ക് കീമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻകറക്റ്റ് വിത്ത് പി ബ്ലോക്ക് എലമെന്റ്സ്? അതായത് താഴെ തന്നിരിക്കുന്നതിൽ പി ബ്ലോക്ക് എലമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രസ്താവന ഇൻകറക്റ്റ് ആണ്, തെറ്റാണ്. അത് ഏതാണെന്നാ ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം നോക്കാലോ. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് പി ബ്ലോക്ക് എലമെന്റ്സ് കംപ്രൈസ് ഓഫ് ഗ്രൂപ്പ് 13 to 18. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ? അതായത് പി ബ്ലോക്ക് എലമെന്റിനകത്ത് വരുന്ന ഗ്രൂപ്പുകൾ ഏതൊക്കെയാണ്? ഗ്രൂപ്പ് 13 തൊട്ട് 18 വരെ, ശരിയല്ലേ? അതായത് ബോറോൺ ഫാമിലി തൊട്ട് നമ്മുടെ ഇനേർട്ട് ഗ്യാസ് വരുന്നത് വരെയാണ് പി ബ്ലോക്ക് എലമെന്റ്സ്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇനി നോക്കിയേ, ദ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് പി ബ്ലോക്ക് എലമെന്റ്സ് ഈസ് ns2 nb. ഇവിടെ ഒരു n ഉണ്ട്, nb1 to 6. മനസ്സിലായോ? ദ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് പി ബ്ലോക്ക് എലമെന്റ്സ് ഈസ് ns2 nb1 to 6. അപ്പൊ അത് കറക്റ്റ് അല്ലേ? അതായത് പി ബ്ലോക്ക് എലമെന്റ്സിനകത്ത് എസ് ഓർബിറ്റല്, എസ് സബ്ഷെല്ല് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കും. പി സബ്ഷെൽ എന്ന് പറയുന്നത് 1 to 6 വരെ ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പം ആ സ്റ്റേറ്റ്മെന്റും എന്താണ്? അവിടെ കറക്റ്റ് ആണ്. ഇനി നോക്കിയേ, ഹാലജൻസ് ബിലോങ്സ് ടു ഗ്രൂപ്പ് 16. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ? ഹാലജൻസ് കാണുന്നത് ഏത് ഗ്രൂപ്പാണ്? ഹാലജൻസ് കാണുന്നത് ഗ്രൂപ്പ് 17 ആണ്. ഗ്രൂപ്പ് 16 വരുന്ന ഏത് എലമെന്റ്? നമ്മൾ ഓക്സിജൻ ഫാമിലിയാണ് ഗ്രൂപ്പ് 16 എന്ന് പറയുന്നത്. ഹാലജൻ ഫാമിലി ഏതാണ്? ഗ്രൂപ്പ് 17. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ആണ് ഇൻകറക്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത ഓപ്ഷനോട് നോക്കാം. ഗാലിയം ആൻഡ് ബ്രോമിൻ ആർ ലിക്വിഡ്സ്. അതായത് പി ബ്ലോക്ക് എലമെന്റ്സിലുള്ള എലമെന്റ്സ് ആണ് ഗാലിയം, ബ്രോമിൻ. അത് രണ്ടും എന്താണ്? ലിക്വിഡ് സ്റ്റേറ്റിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇനി സീറോ ഗ്രൂപ്പ് എലമെന്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇനേർട്ട് ഗ്യാസ് ആണ്. ഹാവിംഗ് ജനറൽ ഫോർമുല ns2 nb6 ആർ ഇനേർട്ട് ബിക്കോസ് ദെയർ
എനർജി ലെവൽസ് ആർ കംപ്ലീറ്റ്ലി ഫിൽഡ്. അതായത് ഇതിനകത്ത് സീറോ ഗ്രൂപ്പ് എലമെന്റുകളുടെ അതിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് NS2 NB6 ആയിരിക്കും. കാരണം അതിനകത്തെ എല്ലാ ഷെല്ലുകളും കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കും. അതുകൊണ്ട് പിന്നീട് അതിന് റിയാക്ഷൻസിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഇനേർട്ട് മെറ്റൽസ് എന്ന് പറയാൻ കാരണം. അതിന്റെ എനർജി ലെവൽസ് എല്ലാം തന്നെ എന്താണ്, കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. അപ്പൊ ഇതിനകത്ത് ആൻസർ വരുന്ന ഏതാണ്, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അതായത് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്, ഓപ്ഷൻ സി ആണ്. ഇനിയും നെക്സ്റ്റ് ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻകറക്റ്റ് റിഗാർഡിംഗ് എഫ് ബ്ലോക്ക് എലമെന്റ്സ്. അടുത്ത എഫ് ബ്ലോക്ക് എലമെന്റ്സിനെ പറ്റിയുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, 2025 ചോദിച്ചതാണ്. ഫസ്റ്റ് ഓപ്ഷൻ, ഇതിനകത്തും ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതിൽ ഫസ്റ്റ് ഓപ്ഷൻ വരുന്നത്, ദ എലമെന്റ്സ് ഓഫ് പീരിയോഡിക് ടേബിൾ ഇൻ വിച്ച് ദ ലാസ്റ്റ് ഇലക്ട്രോൺ ഗെറ്റ്സ് ഫിൽഡ് ഇൻ എഫ് ഓർബിറ്റൽ. അതായത് ലാസ്റ്റ് ഇലക്ട്രോൺ ഏത് ഓർബിറ്റലിലാണ് വരുന്നത്, എഫ് ഓർബിറ്റലിലാണ് വരുന്നത്. അത് കറക്റ്റ് അല്ലേ? എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പേര് വരാൻ കാരണം തന്നെ എന്താണ്, ലാസ്റ്റ് ഇലക്ട്രോൺ എഫ് ഓർബിറ്റലിൽ വരുന്നത് കൊണ്ടാണ്. ഇനി അടുത്ത ഓപ്ഷൻ ആണ്, ദ എഫ് ബ്ലോക്ക് എലമെന്റ്സ് ആർ ഫ്രം അറ്റോമിക് നമ്പർ 58 to 71 ആൻഡ് ഫ്രം 90 to 103. അതായത് എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത് ആരൊക്കെ വരുന്നതാണ്? എഫ് ബ്ലോക്ക് എലമെന്റ്സിന് നമ്മൾ പറഞ്ഞു ലാന്തനോയിഡ്സും ഉണ്ട്, ആക്ടിനോയിഡ്സും ഉണ്ട്. അതിൽ ലാന്തനോയിഡ്സ് എവിടെ തൊട്ട് എവിടെ വരെയാണ്, 58 തൊട്ട് 71 വരെയാണ് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ? അതായത് സീറിയം തൊട്ട് ലുട്ടീഷ്യം വരെ വരുന്നതാണ് 58 തൊട്ട് 71 വരെ. അപ്പൊ അത് കറക്റ്റ് ആണ്. ഇനി അടുത്തതാണ് ആക്ടിനോയിഡ്സ് ആണ്, 90 to 103 അല്ലെ? തോറിയം ടു ലൊറേൻഷ്യം വരെ വരുന്ന എലമെന്റ്സ് ആണ് അത്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റും എന്താണ്, കറക്റ്റ് ആണ്. അപ്പൊ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ, നമ്മൾ ഒരു ബ്ലോക്ക് എടുക്കുന്ന സമയത്ത് അതില് ആ ഒരു എവിടെ തൊട്ട് എവിടെ വരെ വരുന്നു, അതായത് ലാന്തനോയിഡ്സിന്റെയും ആക്ടിനോയിഡ്സിന്റെയും അറ്റോമിക് സ്റ്റാർട്ടിംഗ് എലമെന്റിന്റെയും എൻഡിങ് എലമെന്റിന്റെയും നമ്മൾ അറ്റോമിക് നമ്പർ പഠിച്ചിരിക്കണം. ഇനി അടുത്ത ഓപ്ഷൻ ആണ്, ആക്ടിനോയിഡ് എലമെന്റ്സ് ആർ റേഡിയോ ആക്റ്റീവ്. ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അതായത് നമ്മുടെ ആക്ടിനോയിഡ് എലമെന്റ്സ് എല്ലാം തന്നെ റേഡിയോ ആക്റ്റീവ് എലമെന്റ്സ് ആയിരിക്കും. ഇനി അടുത്തതാണ്, there are 28 എഫ് ബ്ലോക്ക് എലമെന്റ്സ് ഇൻ ദി പീരിയോഡിക് ടേബിൾ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ ബ്ലോക്കിലും എത്ര എലമെന്റ്സ് കാണുമെന്ന്. അങ്ങനെ നമ്മൾ എഫ് ബ്ലോക്ക് എലമെന്റ്സിൽ പറഞ്ഞു 28 എലമെന്റ്സ് ആണ് എഫ് ബ്ലോക്ക് എലമെന്റ്സിൽ പ്രസന്റ് ആയിട്ടുള്ളത്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. നമുക്ക് അടുത്ത നോക്കാം ഓപ്ഷൻ, ദ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ആക്ടിനോയിഡ്സ് ഈസ്. അതായത് ആക്ടിനോയിഡ്സ് എന്ന് പറയുന്നത്, അതായത് എഫ് ബ്ലോക്ക് എലമെന്റ്, അതിന്റെ ജനറൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ് വരുന്നത്? ഓപ്ഷനകത്ത് തന്നിരിക്കുന്നത് N-1 F1 to 14, N-1 D0 to 1 NS2. ഇങ്ങനെയാണോ എഫ് ബ്ലോക്ക് എലമെന്റ്സിന്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? അല്ലല്ലോ. നമ്മൾ പഠിച്ച എന്താണ്, N-2 F1 to 14, N-1 D0 to 1 NS2. ഇതല്ല നമ്മൾ പഠിച്ചത്. അപ്പം ഇതിലേത് ഓപ്ഷൻ ആണ് ഇൻകറക്റ്റ് ആയിട്ടുള്ളത്? ഓപ്ഷൻ ഇ ആണ് ഇൻകറക്റ്റ് ആയിട്ടുള്ളത്. ഇവിടെ എന്താണ് വരുന്നത്? ഇവിടെ N-2 ആണ് വരുന്നത്. അപ്പൊ നമ്മുടെ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഇ ആണ് നമ്മുടെ ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മൾ ബ്ലോക്സിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ആപ്പില്, സ്മാർട്ട് ടോപ്പർ ആപ്പില് നമ്മുടെ ക്ലാസ്സസ് എല്ലാം തന്നെ ഓൺഗോയിങ് ആണ്. ഇപ്പൊ ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവര് നമ്മുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്ലാസ്സസ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.